ഞാൻ എൻ്റെ സോഫ്റ്റ്വെയർ മാറുകയാണ് ഗൈസ്. ഡാമഞ്ചിയിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. പ്രീമിയർ പ്രോ ഒട്ടും ശരിയാവണില്ല. ഫുൾ ക്രാഷ് അടിച്ച് സമയം മൊത്തം പോവാ. ഡാമഞ്ചിയുടെ ബേസിക്സ് ഒക്കെ ഒന്ന് പഠിക്കണം. പണിയെടുക്കാൻ സമ്മതിക്കരുതല്ലേ? കണ്ടാ ഇങ്ങനെയാണോ ഓരോ എണ്ണങ്ങളും. നമ്മളിപ്പോ പാൽക്കോയിൽ കാപ്പി പിടിക്കാൻ വേണ്ടി കേൾക്കല്ലേ? സത്യമാ നൈസാണ്. എന്ത് നമ്മുടെ അടുത്തൊരു 2009 മോഡലൊരു പൾസർ സെയിലിനുണ്ട്. അങ്ങനെ അടുത്തൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ അനന്തു ആൻഡ് ഞാൻ ഇവിടെ എൻ്റെ കരിയർ ബിൽഡ് ചെയ്യണം. നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഷോക്കേസ് ചെയ്യുകയാണ്. ആക്ച്വലി സോ സിമ്പിൾ ആസ് ഇറ്റ് ഈസ്. ഇന്നലത്തെ ഒരു ദിവസം നമ്മൾ വീഡിയോ ചെയ്തിട്ട് വേറെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ബിസി ആയിപ്പോയി. ഒരൊറ്റ വീഡിയോ നടന്നോട്ടു ഇപ്പോൾ ഇങ്ങനെ. ആൻഡ് ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകണം. കുറച്ച് പരിപാടീസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 3 വീഡിയോ മേക്ക് ചെയ്തത് അപ്ലോഡ് ചെയ്ത് വെച്ചേക്കുക, ഷെഡ്യൂൾ ചെയ്യണം. ആൻഡ് വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാനപ്പം ഓൺ ദ വേയിൽ പറയാം. പിന്നെ നമുക്ക് കോണ്ടൻറ് കലണ്ടർ ഒന്ന് റെഡി ആക്കണം. പിന്നെ എന്തൊക്കെയാണ് നടക്കാൻ പോണേന്ന് നോക്കാം. ആൻഡ് ഇന്നത്തെ ഒരു ദിവസം നിങ്ങളും എൻ്റെ കൂടെ വന്നേര്. അങ്ങനെ രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നല്ല എന്താ പറയുക ബിസി ആയിട്ടുള്ളൊരു ഡേ ആണ്. ആക്ച്വലി ഞാനെങ്കിൽ കുറച്ച് നേരം കൂടെ വീട്ടിലുണ്ടാവുള്ളൂ. ഇപ്പോൾ സമയം 12 ആയി. വൈകുന്നേരം ഒരു 4 മണി വരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ടൈമുണ്ട്. ആൻഡ് ഞാൻ എൻ്റെ സോഫ്റ്റ്വെയർ മാറുകയാണ് ഗൈസ്. ഡാമഞ്ചിയിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. പ്രീമിയർ പ്രോ ഒട്ടും ശരിയാവണില്ല. ഞാൻ പ്രീമിയർ 2019 2020 കണ്ടായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 2023 ഞാൻ അപ്ഗ്രേഡ് ചെയ്തപ്പോഴത്തേനും എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ സീംലെസ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു. ഭയങ്കര അലമ്പാണ്. ഫുൾ ക്രാഷ് അടിച്ച് സമയം മൊത്തം പോവാ. ഞാൻ ഡാമഞ്ചിയിലോട്ടേക്ക് മാറുക. അപ്പോൾ എനിക്ക് കുറച്ച് ടൈം ഇപ്പോൾ നിലവിൽ കിട്ടും. ആ ടൈമിൽ ഞാൻ ഡാമഞ്ചിയുടെ ബേസിക്സ് ഒക്കെ ഒന്ന് പഠിക്കണം. പിന്നെ നമ്മൾ വേറൊരു സോഫ്റ്റ്വെയറിലേക്ക് ഭയങ്കര മീൻസ് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ മാക്സിമം ആ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മാറ്റി ഡാവഞ്ചി ഒന്ന് പഠിക്കണം. പിന്നെ എനിക്ക് നമ്മളിങ്ങനെ മേക്ക് ചെയ്യണ വീഡിയോസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ മെറ്റീരിയൽസ് റെഡിയാക്കാൻ വേണ്ടി ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു നമ്മുടെ കോണ്ടൻറ് കലണ്ടറിൻ്റെ കാര്യം. അത് ഞാൻ വിചാരിച്ചു ഗൂഗിൾ കലണ്ടർ നമുക്ക് കോണ്ടൻറ് കലണ്ടറായിട്ട് യൂസ് ചെയ്യാമെന്ന്. അത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. നമുക്ക് ഹാൻഡിൽ ചെയ്യാനാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ കാര്യങ്ങൾ ഓൾറെഡി സെറ്റാക്കി. ആൻഡ് ഇത്രയും കാര്യങ്ങൾ റെഡി ആക്കണം. പറ്റുവാണെങ്കിൽ എനിക്ക് കുറച്ച് ഷോർട്സ് മേക്ക് ചെയ്യാനുണ്ട്. ആ ഷോർട്സ് ഒന്ന് മേക്ക് ചെയ്യണം. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ എൻ്റെ അജണ്ടയിലുള്ളൂ. വൈകിട്ട് നമുക്ക് വേറെ കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ടെന്ന് പറയണം. അവൻ്റെ വണ്ടി ഇവിടെ താഴ്ത്തിരിക്കുന്നുണ്ട്. അത് പോയി വാഷ് ചെയ്യണം. അത്രയൊക്കെ ഉള്ളൂ. പണിയെടുക്കാൻ സമ്മതിക്കരുതല്ലേ? പണിയെടുക്കാൻ സമ്മതിക്കരുത്. പണിയെടുക്കുന്ന നല്ല പയ്യന്മാരെ വന്ന് ശല്യപ്പെടുത്തി പണിയെടുക്കാൻ സമ്മതിക്കരുത് അല്ലേ? എന്തുണ്ട് ക്യാമറ ഓഫ് ആതെ? കണ്ടാ ഇങ്ങനെയാണോ ഓരോ എണ്ണങ്ങളും. എന്നാ ചായ എടുത്തോ, വണ്ടി എടുത്തോ. എന്നാണ് വിശേഷം? സുഖല്ലേ? ചെലവെന്ത്? വണ്ടി എടുത്തതിന്റെ ചെലവെന്ത്? വണ്ടി എടുത്തതിന്റെ ചെലവെന്ത്? എന്നാ ഇവിടെ ഹൈദരാബാദോ ബിരിയാണി കഴിച്ചിട്ട് വരാം. എന്നാ കുടിക്കണേ? ചായ കാപ്പിയാ? നമ്മളിപ്പോ പാൽക്കോയിൽ കാപ്പി പിടിക്കാൻ വേണ്ടി കയറിയിരിക്കണം. സ്ഥലത്തെ ഏത്തക്കാപ്പത്തിന്റെ റിവ്യൂ പറയാം. എന്റെ ഫ്രണ്ടാട്ടോ പൈസ റിവ്യൂ ഒച്ചയില്ല അതൊക്കെ പറ. കേക്കല്ലേ? സത്യമാ നൈസാണ്. എന്ത് പഴംപൊളി? എന്നിട്ട് ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. പീപ്പിൾസ് ഇവിടുത്തെ അൽഫാം മന്തി ഹെവി സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ അൽഫാം മന്തി? ഹെവി അല്ലേ സാധനം? ഇന്ന് ആക്ച്വലി കുറച്ച് പ്രത്യേക സിറ്റുവേഷൻസ് കാരണം ഞാൻ ഇന്ന് വെജിറ്റേറിയനാണ്. അതാണ് അൽഫാം മന്തി ഞാൻ ടേസ്റ്റ് കഴിക്കുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മന്തി കഴിക്കാമായിരുന്നു അല്ലേ? നമുക്ക് വേറൊരു ദിവസം വരാം മന്തി കഴിക്കാൻ വേണ്ടി. കാണിച്ചു തരാം. നല്ലൊരു സ്പോട്ടാണ്.
എനി ചാൻസ് നിങ്ങൾ മൂന്നാറിലോട്ടേക്കോ അല്ലെങ്കിൽ അടിമാലി പരിസരത്തിലോട്ടേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെച്ചു. നല്ല ഫുഡ് കിട്ടുന്നൊരു സ്പോട്ടാണ്. റീസെൻ്റ്ലി തുറന്നതാണ്. നല്ല 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 നീറ്റാണ്. ഇവരുടെ കിച്ചണും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവിടെയാണ്. പൊളിയാണ്. ഇവിടെ നമ്മുടെ അടിമാലിയിൽ പാൽക്കോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്. ആക്ച്വലി അവർ വളരെ ഏർലി സ്റ്റേജിൽ അടിമാലിയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഒരു ബ്രാൻഡാണ്. നല്ല ട്രസ്റ്റബിൾ ആണ്. അപ്പോൾ അവരുടെ ഒരു പുതിയ ഇനീഷ്യേറ്റീവാണ്. ആൻഡ് ഇവർക്ക് കുറേ കോംബോ ഓഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. രസമാണ് കാര്യങ്ങൾ. ഇപ്പം നമുക്ക് അത്യാവശ്യം നല്ല അഫോർഡബിളാണ്. അൽഫാമ കുബൂസ് ലൈം ജ്യൂസ് 159 റുപ്പീസ്. അതേപോലെ തന്നെ അൽഫാം വിത്ത് മന്തി ആണെങ്കിലും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളാണ്. ഇവരുടെ ബർഗർ എനിക്ക് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഇതുവരെ ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാലില്ല ശരത്തെ, ഞാൻ ഇവിടുന്ന് ബർഗർ കഴിക്കണമെന്ന് വിചാരിച്ചൊരു ദിവസം വന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ മൈൻഡ് മാറിപ്പോയി. അൽഫാം മേടിച്ച് കഴിച്ച്. ഓക്കെ, കോഫി വന്നിട്ടുണ്ട്. ശരി എന്നാ, ബൈ. കാപ്പി വന്നു വിത്ത് പഴംപൊടി. അതുകൊണ്ട് ചായ നോക്കിക്കേ. ചായയിൽ ക്വാണ്ടിറ്റി ഇല്ല കേട്ടോ. നഷ്ടം കണ്ട. കാപ്പി മേടിച്ചാൽ മതിയായിരുന്നു. കാപ്പീന് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. പറ്റിക്കപ്പെട്ട ശരത്ത്. ഇന്നത്തേക്കുള്ള ടൈറ്റിൽ കിട്ടി. ചായക്കട മൊത്തം ഇങ്ങോട്ടേക്കകത്ത്. പഴംപൊടി, പത്തിരി, സമൂസ. എന്തുവാടാ ഇത്? കൊളസ്ട്രോൾ ഒന്നും ചാവൂലോ. ആളുണ്ടല്ലോ ഇവിടെ. അതെ. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങളിത് ചുമന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. ആൻഡ് ബൈ ദ ബൈ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ അടുത്തൊരു 2009 മോഡലൊരു പൾസർ സെയിലിനുണ്ട്. ഇതാണ് വണ്ടി. ഇതിൻ്റെ ഓട്ടോ ഒന്ന് പോട്ടെ. വണ്ടി 2009 മോഡലാണ്. 10 രജിസ്ട്രേഷൻ. അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ ഒബ്വിയസ്ലി അറിയാമല്ലോ, വണ്ടിക്ക് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മോഡലിൽ പൾസർ 180 നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഞാൻ അവൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ചെറുക്കൻ്റെയാണ് വണ്ടി. അവൻ പുതിയ വണ്ടി എടുക്കാൻ നേരത്തെ ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്പറൊക്കെ നോക്കിക്കേ, വലിയ കുഴപ്പമില്ല. അത്യാവശ്യം നൈസ് നമ്പറൊക്കെയാണ്. അപ്പം വണ്ടിനെ കുറിച്ച് വേറെ എന്തെങ്കിലും പറയണ്ടോ നിനക്ക്? പേപ്പർ എന്നൊരു പേപ്പർ ഉണ്ട്. പേപ്പർ 2010 2010 എന്തുവാടേ? 2030 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു മോഡൽ പൾസർ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ അവനെ കോൺടാക്ട് ചെയ്തേര്. കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ഇവനൊന്ന് പറഞ്ഞു വിട്ടിട്ട് കുറച്ച് പണിയുണ്ട്. ആ പണി തീർത്തിട്ട് വരാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു വിട്ട് ഞാൻ വീട്ടിലെത്തി. കുറേ നേരം നമ്മൾ പുതിയ സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള പഠിച്ചു. ഓക്കെ, ബേസിക്കലി ഞാനിന്ന് കൺഫേം ചെയ്തിരിക്കണം. ഒഫീഷ്യലി ഗോണ മൂവ് ടു ഡാവിഞ്ചി റിസോൾവ് പ്രീമിയം പ്രോ. ഞാൻ അതിനെ യൂസ് ചെയ്തില്ല. നമുക്ക് പറയാൻ പറ്റത്തില്ല സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്. അങ്ങനത്തെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഫ്രീ ആയി. കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫ്രഷായി അങ്ങോട്ടേക്ക് പോയി കാര്യങ്ങളൊക്കെ ചെയ്ത്. ആൻഡ് റൈറ്റ് നോ ഇപ്പോൾ സമയം പറയുവാണെങ്കിൽ ഇറ്റ്സ് 12:36. നല്ല ടയേർഡാണ്. ഒരിത്തിരി നേരം ഇരുന്ന് വർക്ക് ചെയ്യുമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം ഇരുന്ന് വർക്ക് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കിടന്നുറങ്ങണം. ഞാനിന്ന് വിചാരിച്ച കുറേ കാര്യങ്ങളൊന്നും നടന്നില്ല. ആൻഡ് ഒഫീഷ്യലി നമ്മുടെ മധുരൈ വീഡിയോ ഇന്ന് 17-ാം തീയതി. അതായത് ആക്ച്വലി ഈ ടൈം 17-ാം തീയതി അല്ല 18-ാം തീയതിയാണ്. പക്ഷേ നമ്മൾ ഷൂട്ട് ചെയ്ത് തുടങ്ങിയ ടൈം ലൈനും എൻ്റെ റീസൺ വീഡിയോ പബ്ലിഷ് ആയ 17-ാം തീയതി നമ്മുടെ മധുരൈ വീഡിയോ സീരീസ് തീർന്നിരിക്കുകയാണ്. ആൻഡ് നാളെ മുതൽ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാതിരി ഉള്ള കുറച്ച് വീഡിയോസാണ് ഞാൻ നിലവിൽ മേക്ക് ചെയ്ത് വെച്ചേക്കണേ. ആൻഡ് ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 3 വീഡിയോ ഒക്കെ വെച്ച് പുഷ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. ബട്ട് ഐ ഡോണ്ട് നോ, കാരണം എൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ഷൂട്ട് മുടക്കി. സോ 3 വീഡിയോ ഒക്കെ എനിക്ക് പുഷ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. അല്ലെങ്കിൽ പുഷ് ചെയ്യണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യും. ഒരു ദിവസം ഒന്ന് മെനക്കെട്ടാൽ മതി കുറച്ച് വീഡിയോസ് മേക്ക് ചെയ്യാൻ വേണ്ടി. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം കാര്യങ്ങളതിന്. 3 വീഡിയോ ഒരു ദിവസം എനിക്ക് മേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ 30 ദിവസം ഞാൻ അങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് 3 വീഡിയോ വെച്ചിട്ട് ഞാൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മോനെ 30 ഡേയ്സിൽ 90 വീഡിയോസ് എനിക്ക് റിലീസ് ചെയ്യാൻ പറ്റും. ടാം പുളി, വേറെ ലെവൽ പുളി. നമുക്ക് നോക്കാം കാര്യങ്ങളിലേക്ക് നീക്കാൻ പറ്റുന്നത്. വേറൊന്നുമില്ല. നമ്മുടെ മീഡിയ ബ്രാൻഡ് പുഷ് ചെയ്യാം.
വളരെ സീരിയസ് ആയിട്ട് ഞാനും നിങ്ങളും തമ്മിലിരുന്ന് സംസാരിക്കേണ്ട ഒരു ടൈം എത്തിയിരിക്കണം. ഇനിയൊന്നും അറിയാൻ പാടില്ല ഗൈസ്. നെക്സ്റ്റ് പ്രോജക്റ്റ് എത്രയും പെട്ടെന്ന് ലോഞ്ച് ചെയ്യണം, കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് പുഷ് ചെയ്യണം, മെയിൻ ഒബ്ജക്റ്റീവ്. ദാറ്റ്സ് ഓൾ. നല്ല ടയർഡാണ്. ചിലപ്പോൾ ഞാൻ എൻ്റെ കട്ടിലേക്ക് കയറി കിടന്നു കഴിഞ്ഞാൽ കിടക്കേണ്ട താമസം ഞാൻ ഫ്ലാറ്റായി വരും. ശരി എന്നാൽ ബൈ. നാളെ കാണാം എന്തെങ്കിലും പുതിയ കാര്യങ്ങളുമായിട്ട്.